ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഗെയിമിങ് കളിച്ച് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഷിൻചാൻ വിളിച്ചാൽ പറയുന്നത് നമുക്കെന്തോ താനോസിൻ്റെ മോഡൽ ഒരു കാർ എടുക്കാൻ വേണ്ടി ഷിൻചാൻ വിളിച്ചാൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഷിൻചാനെ ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഹലോ ഷിൻചാനെ, നീ എന്തിനാ ഇവിടെ കാർ ഉണ്ട് എന്ന് പറഞ്ഞു, എന്താണ്? അത് ഫ്രാങ്ക് ചേട്ടാ, അത് നമ്മളെ കാർ ഷോറൂമിലൊരു കുറച്ച് റയറായി കണ്ട് താനോസിന്റെ കാറ് വന്നാണ്, ഒന്ന് എടുക്കാനേനു. അപ്പോൾ നിങ്ങൾ വരില്ലേ? ആടെ ഷിൻചാനെ, ഞാൻ പോയി എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല താനോസിനാ. അപ്പോൾ താനോസിൻ്റെ കാർ എന്നാൽ നമുക്ക് പോയി എടുക്കാം. നീ ഉണ്ടാവോ? ഇല്ല ഫ്രാങ്ക് ചേട്ടാ, ഞാൻ ഉണ്ടാവില്ല, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ഓക്കേടെ ഷിൻചാനാ, എന്നാൽ ഗൈസ് അപ്പം നമുക്ക് താനോസിൻ്റെ വണ്ടി വന്ന് വീണു. അപ്പം നമുക്ക് കാർ ഷോറൂമിലുണ്ട്, നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചോ, കുറച്ച് റയറാണ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മളെ ബുള്ളറ്റ് എടുത്തൊന്ന് പോകാം. എന്താണ് സീന്? ബുള്ളറ്റ് ഇങ്ങനെ പൊന്തിയൊക്കെ പോകണ്, എന്താണിത്? നമുക്കൊന്ന് എന്താ നമ്മൾ നിന്നേ. അപ്പം നമുക്ക് നേരെ നമ്മളെ കാർ ഷോറൂമിലോട്ട് കത്തിച്ച് വിടാം. അപ്പോൾ അവിടെ ഉണ്ടോയെന്നൊന്ന് ചോദിച്ച് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കാർ ഷോറൂമിലോട്ട് വിടാം. കാർ ഷോറൂമിൻ്റെ ലൊക്കേഷൻ എനിക്ക് കാണാതെ അറിയട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയി അങ്ങനെ കുറേ ഓട്ടി സ്ഥലങ്ങൾ ഫുള്ളും നമുക്ക് കാണാതെ പഠിച്ചിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കാർ ഷോറൂമിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ഞാനിവിടെ വണ്ടി കുറച്ച് കൂടുതൽ ബൈക്ക് ഡ്രിഫ്റ്റായി തോന്നുന്നുണ്ട്. നമ്മളെ ഹണ്ടറാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇത് നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് എടുത്താണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തേക്കണേ, കുറച്ച് ഇങ്ങോട്ട് ഇവിടെ പാർക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളോട്ടൊന്ന് പോയി നോക്കാം, അവിടെ ആരെങ്കിലും ഉണ്ടാകുന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ ആരെയും ഉണ്ടാവുമെന്ന് പോയി നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ഇവിടെ താനോസിൻ്റെ മോഡൽ ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടോ, അത് ഉള്ളത് തന്നെയാണോ? ജാക്കല്ലേ നീ? ജാക്ക, ഇവിടെ താനോസിന് വണ്ടി വന്നതാണ്, പക്ഷെ കുറച്ച് ടാസ്ക്കാണ്. മാനേജർ പറഞ്ഞു വരുന്നവർക്ക് കുറച്ച് ടാസ്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്ത് ടാസ്ക് ആണെങ്കിലും ഞാൻ ഏറ്റെടുക്കും. ജാക്ക് ടോപ്പല്ല, ജാക്ക് ഏത് ടാസ്ക്കും ഏറ്റെടുക്കും. അപ്പോൾ ടാസ്ക് എന്താണെന്ന് ഫോണിൽ വിടും കേട്ടോ. അപ്പോൾ കേസ് നമ്മളോട് പറഞ്ഞ ടാസ്ക് എന്താണെന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫോണിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീട്ടിലോട്ട് കത്തിച്ച് വിടാം. അപ്പോൾ അയാൾ മാനേജറിനൊന്ന് വിളിച്ച് നോക്കാൻ പോയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടാസ്ക് എന്താണെന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കത്തിച്ച് വിടാം. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഭാഗത്ത് കൂടെയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. നമ്മൾ വീടിൻ്റെ ബാക്ക് കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണം, ട്രെയിനിൻ്റെ സൗണ്ട് കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റണില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാം. അപ്പം എന്താ ഉള്ളതെന്നൊന്ന് നോക്കാം. അപ്പോൾ ടാസ്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിക്കണേ. ഇവിടെ നിർത്തിക്കണം. അപ്പോൾ നമുക്ക് ടാസ്ക് എന്താ ഉള്ള ഫോണിക്ക് വന്നിക്കണേ ഒന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് എന്തിന്? ആ മാനേജർ നമുക്ക് ടാസ്ക് കിട്ടണം. കിൽ 4 പോലീസ്, 4 പോലീസിന് കൊല്ലാൻ പറഞ്ഞാണ്. ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഗൈസ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് 4 പോലീസുകാരെ കൊല്ലാം നമുക്ക് പറഞ്ഞാണ്. അപ്പോൾ പോലീസുകാരെ കൊല്ലൽ കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്ക് പോലീസുകാരെ കൊല്ലാം. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കത്തിച്ചു വിടാം. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷന് ചെറുതായിട്ട് അറിയുള്ളൂ കേട്ടോ. നമുക്ക് വലുതായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ അറിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് കത്തിച്ച് വിടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ നോക്കാം. നമുക്ക് ഇവിടെ വണ്ടി സൈഡൊക്കെയുണ്ട്, ലൊക്കേഷൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടേക്ക് തന്നെ ആണോ? ആണാണ്, ഇവിടേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ലൊക്കേഷനെ നേരെ കത്തിച്ച് വിടാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. ഇവിടുന്ന് കാർ ഷോറൂമൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ കുറച്ച് ദൂരമുള്ളൂ. ഈ ഇവിടുത്തെ കാർ ഷോറൂമത്തെ മാനേജർക്ക് എന്തോ പോലീസിനോടൊക്കെയാണ് എന്തോ വൈരാഗ്യമുണ്ട്. അപ്പോൾ ആ 4 പോലീസിനാണ് നമുക്ക് കൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോലീസിനെ ഒന്ന് കൊല്ലാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയാണ്. തട്ടിച്ച സീനാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ സൈഡാക്കാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് കയറാം. എന്താണ് സീന്? പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ തന്നെ പോലീസ് കേസ് വന്നതാണ്. നമുക്കിവിടെ പാർക്ക് ചെയ്തൊക്കെ ആരും എന്താണ് സീൻ? എല്ലാവരും വന്നാണ്. എന്താടാ പോലീസ്, നിങ്ങൾ എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം? എന്താടാ പോലീസ്? എല്ലാവരും കൂടി ജാക്കിനിട്ട് അറ്റാക്ക് ചെയ്യണേ. എന്താണ്? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കേസ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുള്ള ഒരാൾ ഇവിടെ ക്രിമിനലായി കണ്ട് ഇവിടെ എത്തിക്കണം. അപ്പം നമുക്ക് പോലീസ് വിചാരിച്ചാണ് അത് നമ്മളാണ് എന്നാണ്. അവർക്കറിയാമല്ലോ നമ്മൾ വേഷം മാറി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ കമ്മീഷണറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ കമ്മീഷണർ ഓലോട്
പറയാൻ പറയണം. അപ്പോൾ ഇനി പോയാൽ നമുക്ക് അറ്റാക്ക് ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് വീട്ടിലോട്ട് ഒന്നും കൂടി വീട്ടിലോട്ടല്ല, ഏതാണ് ഈ ജാക്ക് എന്നാൽ വീട്ടിലോട്ടല്ല, നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് കയറി നോക്കാം. വരുമോ പോലീസ് കേസ് വരുമോ എന്നൊന്ന് നോക്കാം. ഓ ഇല്ല, കമ്മീഷണർ വിളിച്ച് പറഞ്ഞത് നന്നായി. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ 4 പോലീസുകാരെ കാണാം. 1 2 3 4 4 നമുക്ക് കൊല്ലാം. അപ്പം നമുക്ക് AK-47 എടുത്താണ് കേട്ടോ നമ്മൾ കൊല്ലുണ്ട്. അപ്പോൾ ആദ്യത്തെ പോലീസിൻ്റെ തലക്കടിച്ചപ്പോൾ എല്ലാവരും നെഞ്ചിക്കണം. ഭയങ്കര അറ്റാക്കാണ്. കുറേ 5 പോലീസ് കേസ് ആയിക്കാണ്, എല്ലാവരും കൂടി തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 പോലീസുകാരെയും കൊല്ലാട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിനെ കൊന്ന് തോന്നുന്നുണ്ട്. 2 കൊന്നേ. ഇവിടെ കുറേ പോലീസുകാരുണ്ട്. 2 കൊന്നിട്ട് നമ്മൾ 2 ചാവട. 3 കൊന്നിട്ട് നമ്മൾ ലൈഫ് കുറച്ചുള്ളൂ. അപ്പോൾ നമുക്ക് തോക്ക് റീലോടെ വേണേ. തോക്ക് റീലോടെ വേണോ. അപ്പോൾ നമുക്ക് 4 കൊന്നിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോലീസുകാരെല്ലാവരെയും കൊന്നാണ് നമ്മൾ പോലീസ് കേസ് ഒന്ന് ഒഴിവാക്കി വിടാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ പോലീസ് കേസും നമ്മൾ ഒഴിവാക്കിയാണ് കേട്ടോ. എന്നിട്ട് പോലീസ് കത്തിച്ചുകൊണ്ട് നമ്മൾ പോരാണ് കേട്ടോ. അപ്പോൾ 4 പോലീസിനെ കൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ കൊന്നിക്കണം, കില്ല് ചെയ്തണം കേട്ടോ നമ്മൾ അവരെ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ കാർ ഷോറൂമിലോട്ടൊന്ന് കത്തിച്ച് വിടാം. അപ്പം അവർ പറഞ്ഞ ടാസ്കൊക്കെ നമ്മൾ ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് ഇനി കാർ ഷോറൂമിലോട്ടൊന്ന് കത്തിച്ച് വിടാം. അപ്പോൾ ഇവിടെ നേരെ ബസ്സുമ്മ തട്ടിയിൽ പോലത്തിലാണ് നമ്മൾ പോകുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ കാർ ഷോറൂമിലോട്ടൊന്ന് കത്തിച്ച് വിടാം. അപ്പോൾ നമ്മൾ വാൻസിലെത്തിക്കണേ. ഇവിടുന്ന് കുറച്ചും കൂടിയുള്ള നമ്മൾ കാർ ഷോറൂമിലോട്ട് പോകാൻ കുറച്ചൊന്ന് നേരെ പോയിക്കാണ്ട് ഈ റൈറ്റ് എടുത്ത് നമുക്ക് നമ്മൾ കാർ ഷോറൂമിൽ എത്താട്ടോ. കാർ ഷോറൂം അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. അവിടെ നമ്മൾ അവിടുത്തെ സെയിലറിനോടൊന്ന് നമുക്ക് ചോദിച്ച് നോക്കാം അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. അവിടെ ആളുണ്ടോ? അവിടെ മറ്റേ ആൾ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച് നോക്കാം. അല്ല ചേട്ടാ, അവിടെ ഉണ്ടോ താനോസ് വണ്ടി എത്തി? നിങ്ങൾ പറഞ്ഞ ടാസ്കൊക്കെ ചെയ്തിക്കണം. ആടെ ജാക്ക, താനോസിൻ്റെ വണ്ടി ഇവിടെ എത്തിക്കണേ. ടാസ്ക് ചെയ്തില്ല, ഞാൻ കണ്ട് താനോസിൻ്റെ വണ്ടി ഇവിടെ എത്തിക്കണേ. നീ പോയി എടുത്ത് ബാക്കിലുണ്ടാകും. അപ്പോൾ കേസ് നമ്മളോട് പറഞ്ഞിട്ട് താനോസിൻ്റെ വണ്ടി ഇവിടെ എത്തിക്കണേ, ബാക്കിലുണ്ടാവും എന്നാണ് കേട്ടോ കേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മൾ താനോസിൻ്റെ വണ്ടി ഉണ്ടാകുന്നൊന്ന് നോക്കാം. ഏട്ടാ മോനെ സീന സാധനം കേട്ടോ. ടോപ്പേഷ് സാധനം വണ്ടി. അത് ബിഗ് വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഷിൻഷാൻ ആദ്യം പറയുന്നത് ഇവിടെ വിലയ്ക്കുള്ള ബിഗ് വണ്ടിയാണ്. നമുക്ക് ഇത് താനോസിൻ്റെ ബിഗ് വണ്ടി ഇട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അവിടെ കുറേ ആൾക്കാർ നമ്മൾ താനോസിൻ്റെ വണ്ടി കാണാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. താനോസിൻ്റെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ ഈ പുല്ലുമൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുല്ലുമൊന്നും ഇടിക്കാതെ നമുക്കൊന്ന് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷിൻഷാൻ വരുമ്പോൾ ഷിൻഷാൻ സർപ്രൈസായി കണ്ട് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നമ്മൾ റെയിൽവേ പാലത്തുമ്പോൾ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. റെയിൽവേ പാലത്തുമ്പോൾ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വേറെ വൈബാണ്. നമ്മൾ താനോസിന് വണ്ടി ഓടിക്കാൻ കേട്ടോ. അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഗേറ്റ് മേടിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഗേറ്റ് മേടിച്ചു. അപ്പോൾ നമുക്ക് വണ്ടി ചോപ്പൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഇറങ്ങിക്കണം കേട്ടോ വണ്ടിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ പുറത്തുനിന്നുള്ള ലുക്കൊന്ന് ആസ്വദിക്കാം കേട്ടോ. ഏട്ടാ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഈ വണ്ടി ടോപ്പാണ്. താനോസൊക്കെ ഒന്ന് കാണിച്ചോട്ടെ. താനോസിനെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ഇത് വിളിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.